ഓക്കെ, പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഷിക്കാഗോ പ്രയർ ലൈനില് ഈ പ്രഭാതത്തിൽ നിങ്ങളെ ദൈവവചനത്തിൽ കൂടെ അഭിസംബോധന ചെയ്യാൻ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസനോടും അതിന്റെ എല്ലാ അണിയറ പ്രവർത്തകരോടും കൊണ്ട് ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എന്റെ പേര് സന്തോഷ് വർഗീസ് എന്നാണ്. എനിക്ക് ഭാര്യ, 3 മക്കളുണ്ട്. 1983 സെപ്റ്റംബർ മാസം 15-ാം തീയതി ഒരു മീറ്റിംഗിലെ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി. ആ മീറ്റിംഗിൽ അപ്പോൾ തന്നെ പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകത്താൽ എന്നെ നിറച്ചു. എന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മണക്കാല തിയോളജിക്കൽ സെമിനാരിയിലെ ദൈവവചനം പഠിക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. 91 മുതൽ ദൈവസഭയുടെ ശുശ്രൂഷകനായിട്ട് ഞാൻ കേരളത്തിലും കേരളത്തിന് വെളിയിലുമായി ശുശ്രൂഷയിലായിരുന്നു. ഇപ്പോൾ ചെറിയൊരു പ്രവർത്തനം മുംബൈയില് ആയിരിക്കുന്നു. അതിനോടുള്ള ബന്ധത്തിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. ഭാര്യയും മക്കളും നാട്ടിലാണ്. ഞാൻ ചില മാസങ്ങൾ കഴിഞ്ഞാണ് നാട്ടിലേക്ക് വരുന്നത്. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ സൗദിയുടെ പ്രദേശത്തായിരുന്നു. അവിടെ നിന്ന് നാട്ടിലേക്ക് കടന്നു വന്നു. അടുത്ത മാസം വീണ്ടും മുംബൈയിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ എളിയവനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്യാൻ വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഈ ഡിവൈസിൽ കാണുന്ന എല്ലാ അനുഗ്രഹീതരായ അഭിഷിക്തന്മാർക്കും അഭിഷിക്തകൾക്കും ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് തിരുവചനത്തിലെ 1-2 വചനങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദ പുസ്തകത്തില് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് ഇന്ന് പകൽ പ്രഭാതത്തില് ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമെങ്കിൽ അത് അനുഗ്രഹമായിരിക്കും. കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അതല്ലെങ്കിൽ ഞാൻ തന്നെ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിൽ ആയിരുന്നു. മതി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് ഈ വേദഭാഗം. ഈ 10-ാം അധ്യായത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി കരുതിയ കരുതലുകളെ ഓർമ്മിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1 മുതൽ 6 വരെയുള്ള ചെറിയ പാരഗ്രാഫിനകത്ത് ഏതാണ്ട് 40 വർഷത്തെ ചരിത്രങ്ങളെല്ലാം കൂടെ കർത്താവ് എഴുതി വച്ചിരിക്കുന്ന, അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു വേദഭാഗമാണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ കർത്താവിനോട് അവർ ആവശ്യപ്പെട്ടു, കർത്താവെ, ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം വേണം. ദൈവം ആകാശത്ത് കൊത്തൻപാലരി പോലുള്ള മന്ന അവിടെ പാളയത്തിൽ ഇട്ട് കൊടുത്തു. അതിനുശേഷം ദൈവത്തോട് അവർ പറഞ്ഞു, കർത്താവെ, ഞങ്ങൾക്ക് കഴിക്കാൻ, ഞങ്ങൾ മിസ്രൈമിലായിരുന്നപ്പോൾ ഇറച്ചിക്കലത്തിന്റെ അടുക്കല ദൈവം കാടപ്പക്ഷിയെ ദൈവം കൊടുത്തു. മരുഭൂമിയിലെ കൂടെ അവർ ചൂടുള്ള നീരുറവ ദൈവം ഒഴുക്കി കൊടുത്തു. തേൻ കൂട് ദൈവം കൊത്തിപ്പൊട്ടിച്ച് തേൻ അവർക്ക് ഒഴുക്കി കൊടുത്തു. പക്ഷെ ആ പാരഗ്രാഫ് കൺക്ലൂഡ് ചെയ്യുമ്പം പരിശുദ്ധാത്മാവ് വളരെ വേദനയോടുകൂടിയാണ് കർത്തൃദാസൻ അത് അവസാനിപ്പിക്കുന്നത്. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അതിനേക്കാൾ കുറെ കൂടെ ഭീകരമായ അനുഭവമാണ് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവം അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തിൽ ഓർപ്പിക്കട്ടെ, ഈ മരുഭൂമിയിൽ യാത്രയില് നമ്മളും വിശ്വാസത്തോടെ സ്വർഗീയ കനാനിലേക്ക് സഞ്ചരിക്കപ്പെടുമ്പോ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം കടന്നു വരുന്ന ഈ പ്രതിസന്ധികളെയൊക്കെ അതിന്റെ എല്ലാം നടുവിൽ ദൈവത്തിന്റെ കരുതൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ എന്നും ജീവിച്ചിരിക്കുന്നത്. അവൻ നമ്മളെ തള്ളിയിടാതിരിക്കുന്നത് നമ്മൾ ഒത്തിരി സ്തോത്രം പറഞ്ഞിട്ടോ നമ്മൾ ഒത്തിരി ഹല്ലേലൂയ പറഞ്ഞിട്ടോ കർത്താവിന് വേണ്ടി കൊടുത്തിട്ടോ ഒന്നുമല്ല. ദൈവത്തിന്റെ കരുണയൊന്നു മാത്രമേ നമുക്ക് പറയുവാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് കഴിയുകയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശദാംശങ്ങളിലേക്ക് പോകുവാനുള്ള സമയം നമ്മുടെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്ത് കൊണ്ട് അതിന്റെ വചനത്തിലേക്ക് കടക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്ന നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന്റെ കീഴിലായിരുന്നു. പിതാക്കന്മാർ എന്ന് പറയുന്നത് നമുക്ക് ജന്മം നൽകിയ പിതാക്കന്മാരുടെ കാര്യമല്ല. ഈ പുസ്തകം എഴുതാൻ പരിശുദ്ധാത്മാവിനാൽ
തിരഞ്ഞെടുക്കപ്പെട്ട അനുഗ്രഹീതന്മാരായ അഭിഷിക്തന്മാരിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അനുഗ്രഹീതനായ അഭിഷിക്തനായിരുന്നു അബ്രഹാം. അബ്രഹാമിനെ തൊട്ടുകൊണ്ടാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. അബ്രഹാമിനെ മാറ്റി നിർത്തി പുസ്തകം നമുക്ക് എഴുതാൻ കഴിയുകയില്ല. അതുകൊണ്ട് അബ്രഹാം എന്ന ആ വലിയ മനുഷ്യനെയാണ് ദൈവം ഈ പുസ്തകത്തിന്റെ ചരിത്രത്തെ കുറിക്കാനായിട്ട് ദൈവാത്മാവ് തിരഞ്ഞെടുക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ആരാണ് അബ്രഹാം എന്ന് ചോദിച്ചാൽ, കൽദയരുടെ പട്ടണമായ ഊരിൽ ദൈവം അപ്പന്റെ ദൈവങ്ങളെ ഉണ്ടാക്കി അതിനെ കൊണ്ട് വിറ്റ് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് തന്റെ പ്രാരാബ്ദമുള്ള കുടുംബം തള്ളി നീക്കാൻ തത്രപ്പാട് നടത്തുമ്പോൾ അറിയാതെ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ ദൈവങ്ങളെല്ലാം എൻ്റെ അപ്പന്റെ പണിപ്പുരയ്ക്കകത്തുനിന്ന് പുറത്തു വന്ന ദൈവങ്ങളാ, എന്നാൽ ഞാൻ ഈ കാലൂന്നി നിൽക്കുന്ന, പാദമുറപ്പിച്ച് നിൽക്കുന്ന, വശ്യത തുളുമ്പി തിളങ്ങി നിൽക്കുന്ന കാട്ടാറുകളെ കൊണ്ടും കാട്ടരുവികളെ കൊണ്ടും പർവ്വതങ്ങളെ കൊണ്ടും പർവ്വത ശിഖരങ്ങളെ കൊണ്ടുമൊക്കെ നിറയപ്പെട്ടിരിക്കുന്ന പച്ച പരവതാനി പോലെ വിരിക്കപ്പെട്ട പുൽമേടുകളാൽ നിബിഡമായ നീലാകാശം കുടവിരിച്ചു നിൽക്കുന്ന ഇത്ര മനോഹരമായ ഭൂമിയെ ഉണ്ടാക്കിയൊരു ശക്തി ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പിൽ അത് വെളിപ്പെട്ടാൽ ഞാനും എൻ്റെ കുടുംബവും ആ വെളിപ്പെടുന്ന ശക്തിക്ക് വേണ്ടി നിലകൊള്ളുമെന്നുള്ള നിസ്വാർത്ഥമായ പ്രാർത്ഥന ഉയരത്തിലെത്തിയപ്പോൾ ഉടയവനായ ദൈവം അന്ന് അവന്റെ കിടപ്പറയ്ക്കകത്ത് വെളിച്ചം വാരിച്ചുറ്റി, അഥവാ പുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തേജസ് കൊണ്ട് നിറഞ്ഞ എൻ്റെ ദൈവം അവിടെ വെളിപ്പെട്ടു. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ മുഴുവനും നമ്മൾ നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അരിച്ചു പുറക്കി പഠിച്ചാൽ അബ്രഹാം കണ്ട ദൈവത്തിന്റെ പേരെഴുതിയിട്ടില്ല. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞു, കാലഘട്ടങ്ങൾ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട 7 അപ്പോസ്തലന്മാരിൽ അഗ്രഗണ്യൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഭക്തനായ മനുഷ്യൻ സ്തെഫാനോസിന് പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ അദ്ദേഹം ആ പട്ടണത്തിന്റെ നടുവിൽ കൂടെ ഓടി കൊട്ടാരത്തിന്റെ നടുത്തളത്തിലെത്തി സിംഹാസനാരൂഢനായിരിക്കുന്ന ആ ദൈവത്തെ, ആ സിംഹാസനായിരിക്കുന്ന പുരോഹിതന്റെ നെറുകയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ന്യായപ്രമാണത്തിലെ വചനങ്ങൾ അക്കമിട്ട് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള താവൂട്ടുള്ള വചനങ്ങൾ അദ്ദേഹം വായിക്കുമ്പോൾ അവിടെ പ്രസംഗിക്കുകയാണ്. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവന് പ്രത്യക്ഷനായി. അവിടെയാണ് ശരിക്കും അബ്രഹാം കണ്ട ദൈവത്തിന്റെ പേരിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 10,000 കോടി സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചു നിന്നാൽ അത്രത്തോളം എത്തില്ലാത്ത അപാരമായ വെളിച്ചത്തിനകത്ത് കുളിച്ചിറങ്ങി എൻ്റെ ദൈവം അവന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുമ്പോൾ ആ വെളിപ്പെട്ട ദൈവം വെളിച്ചത്തിൽ വെളിപ്പെട്ടിട്ട് പോകയില്ല. തന്നോട് സംസാരിക്കുന്ന ഒരു ദൈവം, ഞാൻ നിനക്കൊരു സന്തതിയെ തരും, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് എന്നോട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന് 12-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ അവിടെ കാണുവാനായി കഴിയും. അങ്ങനെ അപ്പന്റെ ദൈവങ്ങളെ ഒരു വശത്ത് വലിച്ചെറിഞ്ഞ് ദൈവശബ്ദത്തിന്റെ മുമ്പിൽ വെളിച്ചം കണ്ട വെളിച്ചത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ഇറങ്ങി പുറപ്പെട്ട അബ്രഹാമിനൊരു സന്തതിയെ ദൈവം 100-ാമത്തെ വയസ്സിൽ കൊടുക്കുകയാണ്. 17-ാം അധ്യായത്തിൽ അദ്ദേഹം നമുക്ക് വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയും. 17-ന്റെ 13 അബ്രഹാം, ദൈവത്തിന് സ്തോത്രം, 23-ാമത്തെ അധ്യായത്തിലും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ശരിക്കും ദൈവസന്നിധിയിൽ കർത്താവിനെ വിടേണ്ടതെല്ലാം വിട്ട് ദൈവത്തിങ്കിലേക്ക് ഇറങ്ങിത്തിരിച്ച ഭക്തനായ മനുഷ്യന്റെ ആ ഭവനത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ ദൂതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. 18-ാം അധ്യായത്തിൽ, ഞാൻ നിനക്കൊരു സന്തതിയെ തരും, അടുത്ത വർഷം ഞങ്ങൾ വരുമ്പോൾ ഒരു സന്തതി നീ അണച്ചിരിക്കുന്നത് കാണും. അങ്ങനെ ദൈവത്താൽ ലഭിക്കപ്പെട്ടിരിക്കുന്ന ഇസഹാക്കിന്റെ മക്കളായിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം യാക്കോബിന്റെ ഏതാണ്ട് 75 മക്കളെ ദൈവം മരുഭൂമിയിൽ കൂടെ നടത്തി മിസ്രൈമിൽ അയച്ച്, അതും ഒരു വാഗ്ദത്തമാണ്. അതെങ്കിൽ അദ്ദേഹം ഒരു ദൈവത്തിന്റെ ഒരു വചനമാണ് 15-ാം അധ്യായത്തിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഏതാണ്ട് 75 മക്കളെ 215 വർഷം കൊണ്ട് 35 ലക്ഷമാക്കി എൻ്റെ ദൈവം അവരെ വർദ്ധിപ്പിച്ച് ദൈവത്തിന്റെ സമയമായപ്പോൾ ആബീബ് മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് 10-ാം തീയതി വേർതിരിക്കപ്പെട്ട കുഞ്ഞാടിനെ 14-ാം തീയതി സന്ധ്യാസമയത്ത് അറുക്കപ്പെട്ടതിന്റെ രക്തം കട്ടടക്കാൽ മേലും കുറുമ്പടിമേലും പുരട്ടി അതിന്റെ മാംസം തീയിച്ചുട്ട് വടിപിടിച്ച് അരമുറുക്കി കാലിന് ചെരുപ്പിട്ട് തിടുക്കത്തോടെ തിന്നവർ പുറപ്പെട്ടു. ഞാൻ പറയുമ്പോൾ എൻ്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗത്തിൽ ഞാൻ പറയാറുണ്ട്, ദൈവത്തിന് സ്തോത്രം, കട്ടടക്കാർ 2 മേലും കുറുമ്പടിമേലും കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയപ്പോൾ എൻ്റെ ഭാവനയിൽ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, അവിടുത്തെ പൈശാചിക ലോകം വിളിച്ചു പറഞ്ഞു, വീടിനെ വിടുതലായുള്ളൂ, വീട്ടുകാർക്ക് വിടുതലായില്ല. പക്ഷെ ഞാനൊരു സന്ദേശം ദൈവമക്കളോട്
വിളിച്ചു പറയാം, വീടിന് മാത്രമല്ല വീടിനകത്ത് കിടക്കുന്നവനെ വിടുവിക്കുന്നതാണ് യേശുവിന്റെ ദൈവത്തിന് സ്തോത്രം ആ നാമം, അല്ലെങ്കിൽ യേശുവിന്റെ ദൈവത്തിന് സ്തോത്രം ദൈവശക്തി എന്ന് പറയുന്നത്. കുഞ്ഞാടിന്റെ മാംസം തീയിൽ ചുട്ടു വടിപിടിച്ച് അരമുറുക്കി കാലിന് ചെരുപ്പിട്ട് തിടുക്കത്തോടെ തിന്നപ്പോൾ അവരുടെ ശരീരത്തിലെ രോഗങ്ങളും ദൈവം സൗഖ്യമാക്കി. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടവരാരിലും ഒരു ബലഹീനന്മാരും ഇല്ലായിരുന്നു എന്നാണ് തിരുവചനത്തിൽ വായിക്കുന്നത്. പെസഹ കഴിച്ചവരുടെ ശരീരത്തിൽ വിടുതൽ സംഭവിച്ചെങ്കിൽ ദൈവത്തിന് സ്തോത്രം യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന കർത്തൃമേശ അനുസ്മരിക്കുമ്പോൾ, ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് സ്തോത്രം ആ വചനത്തിൽ കൂടെയും ദൈവത്തിന്റെ നാമത്തിൽ നമുക്ക് സൗഖ്യം ലഭിക്കാനായിട്ട് ഇടയാകും. പറഞ്ഞു വരട്ടെ, അങ്ങനെ പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ ദൈവത്തിന് സ്തോത്രം മരുഭൂമിയിൽ വന്ന് ഉയരങ്ങളിലേക്ക് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഒരു നീലാകാശമാണ്. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് പൗലൂസ് വിളിച്ചു പറയാൻ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന്റെ കീഴിലാണ്. ആ മേഘത്തിന് 4 പ്രത്യേകതയുണ്ട്. പെട്ടെന്നൊന്ന് വായിച്ചാൽ അത് സഹായകരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സംഖ്യാപുസ്തകം 9-ാമത്തെ അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന് ഒന്ന് വായിച്ചാൽ അവിടെ 3 പ്രത്യേകതകൾ അവിടുത്തെ പിതാക്കന്മാർ കണ്ട മേഘത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 9-ന്റെ 15-ാമത്തെ വാക്യം അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: തിരുനിവാസം നിവൃത്തു നിർത്തിയ നാളിൽ മേഘം സാക്ഷ്യകൂടാരം എന്ന തിരുനിവാസത്തെ മൂടിയിരുന്നു. അത് സന്ധ്യാസമയം മുതൽ രാവിലെ വരെ അത് അഗ്നിപ്രകാശമായിരുന്നു. ഒന്ന് വായിച്ച പെട്ടെന്ന് മനസ്സിലാവും. പെട്ടെന്നൊന്ന് വായിച്ചാട്ടെ. തിരുനിവാസം നിവൃത്തി നിർത്തിയ നാളിൽ മേഘം സാക്ഷ്യകൂടാരം എന്ന മൂടിയിരുന്നു. അത് സന്ധ്യാസമയം മുതൽ രാവിലെ വരെ അത് തിരുനിവാസത്തിന്റെ മേൽ അഗ്നിപ്രകാശമായിരുന്നു. വായിക്കണ്ട, ഞാൻ പെട്ടെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാം. അപ്പൊ ആ പിതാക്കന്മാർ കണ്ട മേഘത്തിന്റെ 1-ാമത്തെ പ്രത്യേകത തിരുനിവാസത്തിന് ഇറങ്ങി വന്ന ദൈവസാന്നിധ്യം എന്ന മേഘത്തിനകത്ത് ഒരു അഗ്നിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അഗ്നിപ്രകാശം പോലെയായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ആ വചനത്തോട് കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്തിനാണ് ഈ മേഘത്തിനകത്ത് അഗ്നിയുടെ സാന്നിധ്യം? ഇത് തന്നെയായിരുന്നു മർക്കോസിന്റെ മാളിമുറിയിൽ പ്രാർത്ഥിക്കാനിരിക്കുന്ന 120 മേൽ ഇറങ്ങി വന്ന വിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു എന്ന് വായിക്കുന്നത്. എന്തിനാണ് ഈ അഗ്നിയുടെ സാന്നിധ്യം ഈ മേഘത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്നത് ചോദിച്ചാൽ, കഴിഞ്ഞ 430 വർഷം അവർ പാർത്ത മണ്ണിൽ നിന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ട് ഇറങ്ങിത്തിരിച്ച തന്റെ കുഞ്ഞുങ്ങളെ അവിടുത്തെ ഏതെങ്കിലും ശക്തിയുടെ സ്വാധീനങ്ങൾ തൊട്ടോ തീണ്ടിയോ നിൽക്കുന്നെങ്കിൽ ആ ദൈവ സാന്നിധ്യത്തിന്റെ കത്തുന്ന മേഘം കൊണ്ട് പാരമ്പര്യത്തിന്റെ പൈശാചികതയുടെ പൗരോഹിത്യത്തിന്റെ സകല സ്വാധീനതകളെയും ഇല്ലാതാക്കിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം അവരെ പൂർണ്ണമായി വിടുവിക്കുവാൻ വേണ്ടിയാണ് അവരുടെ തലയ്ക്ക് മീതെ ഒരു തീയുടെ മേഘം ഇറങ്ങി വന്നിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ഈ ഡിവൈസിലുള്ള ദൈവത്തിന്റെ അഭിഷിക്തന്മാരടക്കമുള്ള ആളുകളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, കുഞ്ഞുങ്ങളെ, ദൈവത്തിന് സ്തോത്രം, ഇന്ന് പകലിൽ ഈ വചന ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ നാം ആയിരിക്കുന്ന രാജ്യങ്ങളിൽ, നമ്മളായിരിക്കുന്ന മുറിയിൽ, നമ്മളായിരിക്കുന്ന ഇടത്ത് ആ ദൈവ സാന്നിധ്യത്തിന്റെ ആ കത്തുന്നൊരു മേഘം നമ്മുടെ മേൽ ചലിക്കുന്നുണ്ട്. നാളുകളായി ശരീരത്തിൽ പോരാടി നിൽക്കുന്ന, ശരീരത്തോട് വെല്ലുവിളിച്ച് നിൽക്കുന്ന ഏതെങ്കിലും പാരമ്പര്യത്തിന്റെ പൈശാചികതയുടെ പൗരോഹിത്യത്തിന്റെ സ്വാധീനങ്ങൾ നമ്മെ തൊട്ട് തീണ്ടി നിൽക്കുന്നെങ്കിൽ, വേണ്ട വിധത്തിൽ മുൻപോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ശരീരങ്ങളോട് വെല്ലുവിളിക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളുടെ സ്വാധീനങ്ങൾ ഇന്ന് പകലിൽ ആത്മാവിൽ അഴിഞ്ഞു മാറുന്ന ഒരു പകലായി എന്റെ ദൈവം മാറ്റുന്ന ദിവസമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. 2-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മേഘത്തിനകത്ത് ദൈവത്തിന് സ്തോത്രം അവർക്ക് രാവിലെ പ്രഭാതത്തിൽ അവർക്ക് ആ മേഘസ്തംഭമായി രാത്രിയിൽ അഗ്നി രൂപമായിരിക്കുമെന്നാണ് അടുത്ത വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന്റെ അർത്ഥം ഞാൻ വിളിച്ചു പറയാം. രാത്രിയിൽ സഞ്ചരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഈ മേഘം ഒരു പ്രകാശ ഗോപുരമായി മാറുന്നു. അവർ രാവിലെ സഞ്ചരിക്കുമ്പോൾ, പ്രഭാതത്തിൽ സഞ്ചരിക്കുമ്പോൾ കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചുയരുന്ന സൂര്യന്റെ താപം ദൈവത്തിന് സ്തോത്രം ഉച്ചിയിൽ തട്ടിയിട്ടവരെ മാനസിക സംഘർഷത്തിലാക്കി, ചൂടിന്റെ അനുഭവത്തിലാക്കി, വേണ്ട വിധത്തിൽ കർത്താവിനെ ആരാധിക്കാൻ
കഴിയാത്ത വിധത്തിൽ നമ്മെ പലപ്പോഴും ദൈവത്തിന് സ്തോത്രം മാനസിക ടെൻഷനിലാക്കി, ആങ്സൈറ്റിയിലാക്കി നമ്മളെ കുരുക്കുന്ന ചില കുരുക്കുകൾ സ്വർഗത്തിലെ ദൈവം ഈ വചനത്തിൽ കൂടെ, ഈ മേഘത്തിൽ കൂടെ നമ്മളെ അഴിച്ചു പുറത്തു കൊണ്ടുവരികയാണ്. നമ്മെ ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങൾക്കകത്ത് ഇട്ട് ദൈവത്തിന് സ്തോത്രം മുൻപോട്ട് പോകാനോ കർത്താവിനെ ആരാധിക്കാനോ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാനോ കഴിയാത്ത വിധത്തിൽ നമ്മളെ മാനസികമായ പ്രശ്നങ്ങൾക്കകത്ത് കുരുക്കിയിട്ട് നമ്മുടെ തല ദൈവത്തിന് സ്തോത്രം ബുദ്ധിമണ്ഡലത്തെ ചൂടുപിടിപ്പിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാൻ പൈശാചിക മണ്ഡലങ്ങൾ പോരാടുമ്പോൾ 23-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ ഇങ്ങനെ എഴുതി വെച്ചു, അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. അപ്പൊ ഈ മേഘം നമ്മെ തണുപ്പിക്കുന്ന മേഘമാണ്. ഈ മേഘം നമ്മെ തണുപ്പിക്കുന്ന മേഘമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അല്ലെങ്കിൽ ഒന്ന് നമ്മുടെ ശരീരത്തോട്, ശരീരമണ്ഡലത്തോട് പോരാടുന്ന അന്ധകാരത്തിന്റെ പാരമ്പര്യത്തിന്റെ സകല സ്വാധീനങ്ങളെയും ദഹിപ്പിച്ചു കളഞ്ഞ് നമ്മെ പൂർണ്ണ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന മേഘമായിരിക്കുമ്പോൾ തന്നെ നമ്മെ ദൈവത്തിന് സ്തോത്രം നമ്മുടെ പ്രാണൻ തണുപ്പിക്കുന്ന മേഘമാണ് പിതാക്കന്മാർ കണ്ട മേഘം. സ്തോത്രം. ആ നിലകളിൽ ആരെങ്കിലും ഇന്ന് പകൽക്കാലം മാനസികമായ സംഘർഷത്തിലോ പെരുമുറുക്കത്തിലോ ആയിരിക്കുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന അഭിഷിക്തരോട് ഞാൻ വിളിച്ചു പറയാം, ശുശ്രൂഷ മണ്ഡലങ്ങൾക്ക് നേരെ നമ്മുടെ ശുശ്രൂഷയെ ദൈവത്തിന് സ്തോത്രം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ സംഘർഷങ്ങളിൽ, ആങ്സൈറ്റിയിൽ, ദൈവത്തിന് സ്തോത്രം അതുപോലെ ടെൻഷനിലാക്കുന്ന ഏതെങ്കിലും സ്വാധീനങ്ങൾ ഉണ്ടെങ്കിൽ ആ മണ്ഡലത്തെ തണുപ്പിക്കാൻ പരിശുദ്ധാത്മാവാകുന്ന ആ ദൈവ സാന്നിധ്യത്തിന്റെ മേഘം ഇന്ന് പകലിൽ ദൈവത്തിന് സ്തോത്രം നാം ആയിരിക്കുന്ന ഇടത്ത് ഇറങ്ങി വരുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ഈ പറയുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം അത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തില് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 1:18 അദ്ദേഹം എഴുതി വെച്ചൊരു വാക്യമുണ്ട്, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അത് വിശ്വാസികൾക്ക് വേണ്ടിയെന്നല്ല, പരിശുദ്ധാത്മാവിൽ ഭക്തനായ പൗലോസ് അടിവരയിട്ട് പറയുന്ന ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്. അദ്ദേഹം പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയാം, ഈ പ്രഭാതത്തിൽ ഈ വചനം വിശ്വസിക്കാൻ തയ്യാറായാൽ, അതിന്റെ മുമ്പിൽ ഒരു ആമേൻ പറയാൻ തയ്യാറായാൽ, അതിനെ ആത്മാവിലൊന്ന് ഏറ്റെടുക്കാൻ തയ്യാറായാൽ, ഞാൻ പറയുന്നു അതിവേഗമോടുന്ന ദൈവത്തിന്റെ വചനം, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിയ ചെയ്യാൻ മതിയായ വചനമാണ്. ഈ വചനത്തിന്റെ ദൈവത്തിന് സ്തോത്രം രണ്ടാമത്തെ പ്രത്യേകത, അത് നമ്മെ പ്രാണനെ തണുപ്പിക്കുന്ന മേഘമാണ്. ദൈവത്തോട് അടുത്തു വരാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ, ദൈവത്തിന് സ്തോത്രം, നമുക്ക് ഏതെങ്കിലും മാനസിക ഭാരങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കറിയാം, വേണ്ട വിധത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയില്ല, ആരാധിക്കാൻ കഴിയത്തില്ല, ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തില്ല. പിശാച് പലപ്പോഴും നമ്മെ മാനസിക സംഘർഷത്തിലാക്കുന്ന, പിരിമുറുക്കത്തിലാക്കുന്ന, ആങ്സൈറ്റിയിലാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, ഈ വചനം കുഞ്ഞുങ്ങളെ നമ്മെ തണുപ്പിക്കുന്ന വചനമായി അവന്റെ മേഘം ഇന്ന് പകല് ദൈവത്തിന് സ്തോത്രം നമ്മുടെ നടുവിൽ ചലിക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ മേഘത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മേഘം ചലിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടണം. മേഘം ചലിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടണം. അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിച്ചു പറയാം, ആ വാക്യത്തിന്റെ ദൈവത്തിന് സ്തോത്രം ആഴത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയും, കഴിഞ്ഞ ഒരു വർഷമായി, കഴിഞ്ഞ 25 മുഴുവനും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച ദൈവത്തിന്റെ അഭിഷിക്തരോട് ഞാൻ വിളിച്ചു പറയാം, തലയ്ക്ക് മീതെ ഒരു മേഘം ചലിച്ചാൽ അതിന്റെ അർത്ഥം ദൈവത്തിന് സ്തോത്രം നമ്മളെ അടുത്തൊരു ലെവലിലോട്ട് ദൈവം കരം പിടിച്ചു കയറ്റാൻ പോവുകയാണ്. ഉടപാതകൾ ഖമനഘടകസ്യ. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്, വേലി കെട്ടി മതില് കെട്ടി ഇവിടം വരെ വന്നാ മതി എന്ന് പറഞ്ഞ് ശത്രുവായവൻ നിന്നെ ഒരു പ്രത്യേക തലത്തിൽ തളച്ചിടുമ്പോൾ, കെട്ടിയിടുമ്പോൾ, പരിശുദ്ധാത്മാ വിളിച്ചു പറഞ്ഞു, കുഞ്ഞെ, നിന്റെ പ്രാർത്ഥനാ വിഷയം എന്റെ സ്വർഗത്തിലെ ദൈവം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മേഘം ചലിച്ചാൽ ഒരു മറുപടി ഉറപ്പാണ്. മേഘം ചലിച്ചാൽ ഒരു മറുപടി ഉറപ്പാണ്.
കുറവാണ്. 2025 അവസാനിക്കുന്നതിന് മുമ്പ് ദൈവാത്മാവിൽ ഞാനൊരു സന്ദേശം വിളിച്ചു പറയാം. കഴിഞ്ഞ 2025 മുഴുവനും നീ ദൈവസന്നിധിയിൽ കുത്തിയിരുന്ന ആത്മാവിൽ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുടെ നടുവിൽ എന്റെ ദൈവത്തിന്റെ മറുപടിയുടെ കരം ചലിക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന എത്ര ദൈവത്തിന്റെ അഭിഷിക്തർ ദൈവജനം ഇന്ന് പകലിൽ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. ഒരു ദൈവിക പ്രവചന ദൂതായി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വേലി കെട്ടി അടച്ചതുപോലെ, നദില് കെട്ടി അടച്ചതുപോലെ, അതിര് വെച്ച് അടച്ചതുപോലെ, ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി വിളിച്ചു പറയുന്ന സ്റ്റക്കായതുപോലെ ഇരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു മൂവ്മെന്റ്സും ഇല്ലാതെ ചില വിഷയങ്ങളിൽ ഭാരപ്പെടുമ്പോ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, 2025 അവസാനിക്കുന്നതിന് മുമ്പ് ചില പ്രത്യേക വിഷയങ്ങളുടെ ദൈവത്തിന്റെ മറുപടിയുടെ കരം അതിവേഗത്തിൽ ചലിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ചിലരോട് ദൈവാത്മ പ്രവചിച്ചു വിളിച്ചു പറയുകയാണ്, കുഞ്ഞെ, ദൈവത്തിന് സ്തോത്രം, നിന്റെ മേലുള്ള ദൈവിക അഭിഷേകം തലയ്ക്ക് മീതെ ചലിച്ചിട്ടുണ്ടെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന ചില വിഷയങ്ങൾ ദൈവാത്മാവ് പുറത്തു കൊണ്ടുവരികയാണ്. അടച്ചു വെച്ച ചില മണ്ഡലങ്ങൾ തുറക്കപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകം 3:3 ആ 7 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കണം. അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദാവീദിന്റെ താക്കോലുള്ളവൻ അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതിനെ ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എന്റെ വചനം കാത്തു. അവിടെയാണ് ദൈവമക്കൾ അടിവരയിട്ട് ആമേൻ പറയേണ്ടത്. നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചില്ല. ആ വാക്യത്തിന്റെ അർത്ഥം ഞാൻ വിളിച്ചു പറയാം. കുഞ്ഞെ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഫിലദൽഫിയയുടെ മുമ്പിൽ ഈ വാതിൽ തുറന്നില്ല, സ്മുർണയുടെ മുമ്പിൽ ഈ വാതിൽ തുറന്നില്ല, പെർഗമോസിന്റെ മുമ്പിൽ ഈ വാതിൽ തുറന്നില്ല, തുയത്തേരുടെ മുമ്പിൽ തുറന്നില്ല, സർദീസിന്റെ മുമ്പിൽ തുറന്നില്ല, ലവോദിക്കാർക്ക് വേണ്ടി വാതിൽ തുറന്നില്ല. നിനക്ക് വേണ്ടി മാത്രം തുറക്കാൻ ഞാൻ നിന്നിൽ കണ്ട ഒരൊറ്റ ക്രൈറ്റീരിയേ ഉള്ളൂ, നീ എന്റെ വചനം. പ്രതികൂലങ്ങളും പ്രതിസന്ധി ും തേരോട്ടങ്ങളും തേർവാഴ്ചകളും ശത്രുവായവൻ നിനക്കെതിരെ ഒരു കൊടുങ്കാറ്റ് പോലെ, ദൈവത്തിന് സ്തോത്രം, പരമ്പര പോലെ നിനക്കെതിരെ അഴിച്ചുവിട്ടപ്പോഴും നീ എന്റെ വചനത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി, എന്റെ വേർപാടിന് വേണ്ടി, എന്റെ പ്രമാണത്തിന് വേണ്ടി, എന്റെ നിയമത്തിന് വേണ്ടി, എന്റെ വചനത്തിന് വേണ്ടി നിന്നു എന്ന ഒരൊറ്റ ക്രൈറ്റീരിയ, ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ, ഞാൻ നിനക്ക് വേണ്ടി വാതിൽ തുറക്കാൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം, ഫിലദൽഫിയക്കാരോട് പറഞ്ഞ അതേ സന്ദേശം ഞാൻ ഇവിടെ ഇരിക്കുന്ന ചില ജീവിതങ്ങളോട് വിളിച്ചു പറയുക. പ്രതികൂലം ഉണ്ടായിട്ടും പലരും കാലുമാറി, കാലാവസ്ഥ മാറുന്നതുപോലെ കാലുമാറി ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷയുടെ ഈ കാലം വരെ അതിശക്തമായി നിന്ന അഭിഷിക്തരടക്കമുള്ള ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയാം, കുഞ്ഞെ, 2025 അവസാനിക്കുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി ചില വഴികൾ എന്റെ ദൈവം തുറക്കാൻ പോകുകയാണ്. ശുശ്രൂഷയുടെ ഒരു അടുത്ത ലെവലിലോട്ട് ദൈവാത്മാവ് കയറ്റുന്ന വർഷമാക്കി പരിശുദ്ധാത്മാവ് തീർക്കുകയാണ്. 2026 പരിശുദ്ധാത്മാവ് ചില അഭിഷിക്തരോട് വിളിച്ചു പറയുന്നു, ദൈവത്തിന് സ്തോത്രം, ചില ദൈവമഹത്വത്തിന്റെ ശുശ്രൂഷ, ദൈവത്തിന് സ്തോത്രം, 2026 എന്ത് ദൈവം ചെയ്യിക്കുകയാ. 25 ചെയ്തത് ആവർത്തിക്കാനല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കരം നീട്ടി ചെങ്കടൽ പിളർന്നൊരു കാലമുണ്ട്. പക്ഷെ ആ കാലമല്ല അവർ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ജോഷുവ യോർദാന്റെ തീരത്ത് വന്നപ്പോൾ കരം നീട്ടുകയല്ല, കാല് വെക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കാല് വെച്ച് ആ യോർദാനെ വിഭജിച്ച് അക്കരെ കടന്ന ഇസ്രായേൽ മക്കൾ എരിഹോവിന്റെ മുൻപിൽ വന്നപ്പോൾ കരം നീട്ടിയില്ല, കാല് വെച്ചില്ല. അവർ കാഹളം നീട്ടി ഊതിയപ്പോ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട അഭിഷിക്തരോട് വിളിച്ചു പറയാം, ആ ദൈവത്തിന് സ്തോത്രം, ഒരു ആവർത്തനത്തിന്റെ ശുശ്രൂഷയല്ല ദൈവം നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്നത്. ഇതുവരെ ചെയ്യാത്ത ചില ശുശ്രൂഷകൾ നിങ്ങളുടെ വേദികളിൽ വെളിപ്പെടുന്നെന്ന് ദൈവാത്മാവിനോട് ആലോചന പറയുന്നു. ഉടന്ത ഖമനഘടക ജാന വൈഷവനാദികൾ ഖമനാദികൾ ഘടകസ്യ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതുവരെ വെളിപ്പെടാത്ത ചില ശുശ്രൂഷയുടെ അടുത്തൊരു പടിയിലേക്ക്, അടുത്തൊരു ലെവലിലോട്ട് എന്റെ ദൈവം ഈ മേഘം നിമിത്തം നിങ്ങളെ പിടിച്ചു കയറ്റുന്നത് ദൈവിക വെളിപ്പാട് ഞാൻ ആത്മാവിൽ വെളിപ്പെടുത്തും.
കാണുകയാ. ഷഹാന മനാറിഗന്തൽ ഖമനഘടകസ്വിയ. ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, ഈ മേഘം ചലിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ടെങ്കിൽ, ഈ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ സഹോദരിമാരെ, ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ കഴിഞ്ഞ ദീർഘനാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ മറുപടി ഈ മേഘം കൊണ്ടുവരുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറയാം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത വചനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ ദൈവത്തിന് സ്തോത്രം, ഈ മേഘത്തിന്റെ നാലാമത്തെ പ്രത്യേകത നമ്മൾ കാണാൻ കഴിയുന്നത്, ദൈവത്തിന് സ്തോത്രം, രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 40 മുതലുള്ള വാക്യങ്ങൾ, 44 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു വേദഭാഗമുണ്ട്. ദൈവത്തിന്റെ ദാസനായ ഏലിയാവ് കർമ്മേലിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ 6 വട്ടവും കാണാത്തൊരു മറുപടി 7-ാം ഘട്ടത്തിൽ അദ്ദേഹം കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിന്റെ ഭൃത്യനോട് ചെന്ന് പറഞ്ഞു, നീ ചെന്ന് നോക്ക്, കടലിൽ ചെന്ന് നോക്ക്. അവൻ കടലിൽ ചെന്ന് നോക്കുമ്പോൾ 6 വട്ടം പറഞ്ഞ മറുപടി അല്ല ഇപ്പോൾ അവൻ പറയുന്ന മറുപടി. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് ഈ സന്ദേശം മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. അവിടെ ആ ഭൃത്യനായ മനുഷ്യൻ ഈ ഏലിയാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രവാചക, മനുഷ്യന്റെ കൈ പോലൊരു മേഘം, ഞാൻ ചെറിയൊരു മേഘം എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, 7-ാം പ്രാവശ്യം അവനിതാ കടലിൽ നിന്നൊരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പോകുന്നു. ഞാൻ ആ ഭൃത്യനോട് ചോദിച്ചു, നീ എന്താ ഇത് മനുഷ്യന്റെ കൈ പോലെ എന്ന് പറയാൻ കാരണം? അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ വായിച്ച് മനസ്സിലാക്കിയ ഒരു സന്ദേശം പറയാം. അവന് മനുഷ്യനെ പരിചയമുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഏലിയാവിന്റെ കൂടെ നടന്ന് ഏലിയാവ് കഴിച്ചപ്പോൾ കഴിച്ചു, ഏലിയാവ് കുടിച്ചപ്പോൾ കുടിച്ചു, ഏലിയാവ് കൊടുത്തു. അപ്പൊ ഏലിയാവിൽ നിന്ന് കഴിച്ചു, ഏലിയാവിൽ നിന്ന് കൊടുത്തു, ഏലിയാവിൽ നിന്ന് കുടിച്ചു. ഇങ്ങനെ ഏലിയാവിൽ നിന്ന് പ്രാപിച്ചത് കൊണ്ട് കിട്ടിയതൊന്നും ദൈവം തന്നതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഇന്ന് പകൽക്കാലം ദൈവാത്മാവി ഞാൻ വിളിച്ചു പറയട്ടെ, മറിച്ച് നിങ്ങൾ ഏലിയാവിനോട് ചോദിച്ചു നോക്ക്. ഏലിയാവ് പറയും, അടുത്ത വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത്, യഹോവയുടെ കൈ ഏലിയാവിന്റെ മേൽ വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലൊരു സന്ദേശം ദൈവത്തിന്റെ അഭിഷിക്തരോട് വിളിച്ചു പറയാം. കുഞ്ഞെ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നീ 6 വട്ടവും പ്രാർത്ഥിച്ചിട്ട് കാണാത്ത ചില മറുപടിയുടെ കരം, ദൈവത്തിന് സ്തോത്രം, യഹോവയുടെ കരം ഈ കടലിന്റെ ആഴത്തിൽ കടന്നു എന്ന് തന്റെ ഭുജത്തിനകത്ത് തന്റെ കാർമേഘത്തെ കഴിഞ്ഞ 3.5 വർഷമായി കാണാത്ത ഒരു കാർമേഘം ദൈവം ആഴത്തിൽ നിന്ന് വഹിച്ചുകൊണ്ട് വരികയാണ്. വെള്ളിമേഘങ്ങളെ വെള്ളിച്ചുവടുകളായി ചവിട്ടിക്കയറി വരുന്ന കാഴ്ച ദൈവത്തിന് സ്തോത്രമാണ് അവൻ കാണുന്നത്. ഭൃത്യൻ പറഞ്ഞു, ദൈവത്തെ അറിയില്ലാത്ത മനുഷ്യൻ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, അത് മനുഷ്യന്റെ കൈ പോലൊരു ചെറിയ മേഘമാണ്. പക്ഷെ ഏലിയാവ് പറയും, ഇത് എനിക്ക് വേണ്ടി ദൈവത്തിന്റെ കൈയാണ്. ഞാൻ ഈ കഴിഞ്ഞ 3.5 വർഷമായി മുഴങ്കാലുകൾക്കിടയിൽ തലയിറക്കി വെച്ച് ആത്മാവിൽ ആയാസമെടുത്ത് ആരോഗ്യം മുടക്കി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി, കഴിഞ്ഞ 3.5 വർഷം കാണാത്തൊരു മറുപടി. ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുന്നു, ചില വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന, ചില വർഷങ്ങളായി കാണാത്ത ചില മറുപടിയുടെ കരം ദൈവത്തിന് സ്തോത്രം ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ദൈവത്തിന് സ്തോത്രം. ആ മേഘം ദൈവത്തിന്റെ കരമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നിനക്ക് വേണ്ടി ആഴത്തിൽ ഇറങ്ങിക്കിടന്ന് അതിനകത്തുനിന്ന് കാർമേഘത്തെ വഹിച്ചുകൊണ്ട് 2025 അവസാനിക്കുന്നതിന് മുമ്പ് ചില ദൈവത്തിന് സ്തോത്രം മേഘങ്ങൾ നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ പുറത്തിറങ്ങി നോക്കുമ്പോൾ 100 കണക്കിന് വെള്ളിമേഘങ്ങളെ കാണാം. വെള്ളിമേഘങ്ങളെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ പല രൂപങ്ങളിലും ഭാവങ്ങളിലും കാണാം. ചെമ്മരിയാടുകൾ മേഞ്ഞു നിൽക്കുന്നത് പോലെ കാണാം, കുതിര ചാടി നിൽക്കുന്നത് പോലെ കാണാൻ കഴിയും. അങ്ങനെ പല രൂപങ്ങളും കാണും. പക്ഷെ അവയെല്ലാം ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ, കാറ്റടിച്ചു കഴിയുമ്പോൾ അതെല്ലാം വികലമായി പോകും. പിന്നെ ആ രൂപം അവിടെ കാണത്തില്ല. പക്ഷെ ഇന്ന് നിനക്ക് വേണ്ടി ആകാശത്തിൽ ഉയർന്നു വരുന്ന മേഘം വികലമാകുന്ന മേഘമല്ല. കാരണം എന്താണെന്നറിയാമോ? കർത്താവ് പറഞ്ഞു, ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്ത ദൈവത്തിന്റെ കരമായി മേഘം വഹിച്ചു കൊണ്ടുവരുന്നത് അത് വികലമായി പോകുകയില്ല. അതിനകത്ത് ആ ഭൃത്യം പറയുന്ന ഒരു ചെറിയ മേഘമാണ്. കുഞ്ഞെ, നിനക്ക് വേണ്ടി ചെറിയ മേഘമാണെന്ന് മനുഷ്യർക്ക് തോന്നാം. എന്റെ ദൈവത്തിന്റെ വലിയ മേഘം അതിനകത്തുണ്ട്. ഒരു കനത്ത മറുപടി അതിനകത്തുണ്ട്. 2025 അവസാനിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവി ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ ഒരു കനത്ത മറുപടി നിനക്ക് വേണ്ടി ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ചേർന്നൊരു ആമേൻ എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്റെ
പ്രസേജയുടെ സമയത്തിന്റെ പരിമിതി ഉണ്ട്. അതുകൊണ്ട് വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ മേഘം ഏലിയാവിന്റെ മേൽ വന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, ആ മേഘം ഒരു കനത്ത മഴയായി മാറുകയാണ്. ഈ ദിവസങ്ങളിൽ ചില കനത്ത മറുപടികൾ, ഇതുവരെ കാണാത്ത ചില മറുപടികൾ എന്റെ ദൈവത്തിന് സ്തോത്രം അഭിഷിക്തന്മാരെ നിങ്ങളുടെ ശുശ്രൂഷയിൽ വെളിപ്പെടുവാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്ന സഹോദരിമാരെ ഞാൻ വിളിച്ചു പറയാ, ദൈവത്തിന് സ്തോത്രം, ചില മറുപടികൾ എന്റെ ദൈവം നിങ്ങളുടെ ഭവനങ്ങളിൽ, തലമുറകളിൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇന്നലകളിൽ ചെലവാക്കിയ പണവും ഇന്നലെ ചെലവാക്കിയ നിന്റെ സമയവും ഒന്നും വെറുതെ അല്ല. ദൈവത്തിന് സ്തോത്രം. എന്റെ ദൈവത്തിന്റെ 6 വട്ടവും കാണാത്ത മറുപടി 7ാം ഘട്ടം കടന്നെങ്കിൽ പ്രാർത്ഥന നിങ്ങൾ ദൈവത്തിന് സ്തോത്രം നിർത്തലണ്ട. ദൈവത്തിന് സ്തോത്രം ക്ഷീണിച്ചു പോകേണ്ട, തളർന്നു പോകേണ്ട. ഒരാവർത്തിയും കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിന് സ്തോത്രം, ചില മറുപടികൾ നിങ്ങളുടെ കരത്തിൽ ലഭിക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ആ മേഘം എന്താ സംഭവിച്ചെന്നുള്ളത്. സ്തോത്രം. മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം കൂട്ടി ഓടുക എന്ന് ഏലിയാവ് ആഹാബിനോട് പറയുമ്പോ ദൈവത്തിന് സ്തോത്രം, അവൻ രഥം കൂട്ടി ഓടുമ്പോൾ ഇസ്രായേലിൽ എത്തുന്നതിന് മുമ്പ് ആഹാബിന്റെ രഥത്തിന്റെ മുൻപിൽ അവനെ ഓടിച്ചു ഈ മേഘം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ആ കൊട്ടാരത്തിൽ നിന്ന് വെട്ടിക്കളയാൻ പദ്ധതിയിട്ട് രാജ്യത്ത് ദൈവത്തിന് സ്തോത്രം ഏലിയാവിനെ കാണുന്നവർ വെട്ടിക്കളയണം, കൊന്നുകളയണമെന്ന് നിയമവാഴ്ച നടക്കുമ്പോ വെട്ടിക്കളയാൻ വിധി പുറപ്പെടുവിച്ച കൊട്ടാരത്തിനകത്ത് ദൈവത്തിന് സ്തോത്രം എത്തിച്ചവനാണ് നമ്മുടെ ദൈവം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയട്ടെ, നിന്നെ ആര് തകർക്കാൻ പദ്ധതിയിടുന്നോ അവന്റെ രഥത്തിന്റെ മുൻപിൽ നീ പിന്നിൽ ഓടിയൊരു കാലമുണ്ട്. ചിലരോട് ദൈവാത്മാവ് പറയുകയാണ്, നീ പിന്നിലാക്കപ്പെട്ടൊരു കാലഘട്ടമുണ്ട്. ഏലിയാവ് 3.5 വർഷം പിന്നിലായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ഈ 2025 അവസാനിക്കുന്നതിന് മുമ്പ് ചിലതിന്റെ മുൻപന്തിയിൽ നിന്നെ കൊണ്ടുവരും. ചില രഥങ്ങളുടെ മുൻപിൽ ഓടുന്ന ഒരു ദൈവശക്തിയുടെ അഭിഷേകത്തിന്റെ മേഘം നിന്റെ മേൽ ചലിക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് ഇന്ന് പകലിൽ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മേഘത്തിനകത്ത് ദൈവത്തിന് സ്തോത്രം നിന്റെ പാരമ്പര്യയുടെ മണ്ഡലങ്ങളെ തകർക്കുന്ന ഒരു കത്തുന്ന മേഘമുണ്ട്. നിന്നെ തണുപ്പിക്കുന്ന മേഘമുണ്ട്. നിന്നെ പുറപ്പെടുവിക്കുന്ന മേഘമുണ്ട്. നിനക്ക് വേണ്ടി കനത്ത മഴ കൊണ്ടുവരുന്ന മറുപടി കൊണ്ടുവരുന്ന ഒരു മേഘമുണ്ട്. 5ാമത് ദൈവത്തിന് സ്തോത്രം, നിന്നെ തകർക്കാൻ പദ്ധതി ഇട്ടവന്റെ മുന്നിൽ നിന്നെ നിർത്തുന്ന ദൈവത്തിന് സ്തോത്രം, മുന്നിൽ ഓടിക്കുന്ന ഒരു മേഘമാക്കി ദൈവത്തിന് സ്തോത്രം പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ഈ സന്ദേശം മാറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വിശേഷ ദൈവത്തിന് സ്തോത്രം, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, പിതാക്കന്മാർ കണ്ടത് അക്ഷരത്തിന്റെ മേഘമാണെങ്കിൽ ഇന്ന് നമ്മളിൽ വെളിപ്പെടുന്നത് അക്ഷരത്തിന്റെ മേഘമല്ല, ആത്മാവിന്റെ മേഘമാണ്, പരിശുദ്ധാത്മാവിന്റെ മേഘം. ആ ദൈവത്തിന് സ്തോത്രം മാളിക മുറിയിൽ ഇറങ്ങിയ മേഘം, അത് നമ്മെ ഇന്ന് പകൽക്കാലം ചില മേഘങ്ങളെ ദഹിപ്പിച്ചു കളയും. ചില ദൈവത്തിന് സ്തോത്രം നമ്മെ തണുപ്പിക്കും. ചില മണ്ഡലങ്ങളിൽ ദൈവത്തിന് സ്തോത്രം നമ്മുടെ മറുപടി നമ്മുടെ കരത്തിൽ എത്തിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം ചില സമയങ്ങളിൽ ദൈവത്തിന് സ്തോത്രം കനത്ത മറുപടി കൊണ്ടുവരും. 5ാമത് ഈ മേഘം പിതാക്കന്മാർ കണ്ടതല്ല, പരിശുദ്ധാത്മാവെന്ന മേഘം ദൈവത്തിന് സ്തോത്രം നിങ്ങളെ ചിലതിന്റെ മുൻപന്തിയിൽ നിർത്തുന്ന, ചിലരുടെ ദൈവത്തിന് സ്തോത്രം ചിലരെ മുൻപന്തിയിൽ നിർത്തുന്ന ഒരു തലത്തിലേക്ക് ഈ പരിശുദ്ധാത്മാ ഈ വചനം മാറ്റുകയാണ്. ഈ വചനം ദൈവം നമുക്ക് അനുഗ്രഹമാക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒറ്റ വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ ആ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ കർത്താവ് വരാറായി. ദൈവത്തിന് സ്തോത്രം. ആ മേഘത്തിൽ എടുക്കപ്പെടുന്ന ഒരു കാലം സമാഗതമായി. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നമ്മുടെ പ്രത്യാശ ദൈവം വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഇതിന് അവസരം ഒരുക്കി തന്ന ഷിക്കാഗോയിലുള്ള കർത്താവിന്റെ വിലപ്പെട്ട ദാസനോടും തന്റെ പ്രവർത്തനങ്ങളോടും ദൈവത്തിന് സ്തോത്രം, തന്റെ കുടുംബത്തെയും ഈ ഡിവൈസിൽ എന്നെ കേൾക്കുന്ന എല്ലാ അനുഗ്രഹീതന്മാരായ അതിശക്തന്മാരായ അഭിഷിക്തന്മാർക്കും അഭിഷിക്തകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു നന്ദിയും കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, എത്ര ആഴമായിട്ടുള്ള അർത്ഥതലങ്ങളുള്ള ഒരു വചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിന്റെ ദാസൻ എത്ര ശക്തമായിട്ട്
തിരുവനന്തപുരത്തിൽ നിന്ന് സംസാരിച്ചു. നമ്മൾ കേട്ടല്ലോ, ആ അഗ്നിയായിട്ട് അഗ്നിയായിട്ട് ഇസ്രായേൽ മക്കളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ആ മേഘം അത് ദൈവമായിരുന്നു. പിന്നീട് നമ്മൾ കേട്ടു ആ അഗ്നിയായിരുന്ന മേഘം അത് തന്നെ അവരെ തണുപ്പിക്കുന്നതായി, അവർക്ക് ആശ്വാസം നൽകുന്ന, അവരെ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ അകറ്റുന്ന, അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്ന ഒരു മേഘമായിട്ട് പിന്നീട് വഴി നടത്തുന്നതായിട്ടുള്ള ആ മരുഭൂമി യാത്രയിൽ അവരെ വഴി നടത്തുന്ന മേഘം നാലാമതായിട്ട് നമ്മൾ കേട്ടു. അത് ദൈവത്തിൻ്റെ തന്നെ കരമായിരുന്നു. ചെറിയ ഒരു കരമെന്നാണ് അവിടെ കണ്ടത്. പക്ഷേ അതൊരു കനത്ത മഴയായിട്ട്, ഒരു കനത്ത ഉത്തരമായിട്ട് ആ മേഘം വന്നു. അതുപോലെ തന്നെ തന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ച ആഹാബിൻ്റെ മുന്നിൽ വിജയശ്രീലാളിതനായിട്ട് ഏലിയാവ് ഓടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടു. ഞാൻ ഒന്ന് രണ്ട് വാചകങ്ങൾ കൂടെ പറഞ്ഞതിന് ശേഷം കുര്യൻ പാസ്റ്റർ പ്രാർത്ഥിച്ച ആശീർവാദം പറയുന്നതാണ്. നമ്മുടെ പിതാക്കന്മാർ മേഘത്തിന് കീഴേ ആയിരുന്നു. പിന്നീട് അവർ സ്നാനമേറ്റു, അവർ ആത്മീകാഹാരം കഴിച്ചു. അത് ക്രിസ്തുവിൽ നിന്നായിരുന്നു. അവര് കർത്താവിന് ഉള്ളവരായിരുന്നെങ്കിൽ തന്നെ, ചരിത്രപരമായിട്ട് ക്രിസ്തുവിന് മുമ്പുള്ളവരായിരുന്നെങ്കിൽ തന്നെയും നമ്മൾ കേട്ടത് എന്താണ്? അവര് ആ കർത്താവിൽ നിന്നാണ്, ക്രിസ്തു എന്ന പാറയിൽ നിന്നാണ് കുടിച്ചത്. ഞാൻ ഒന്ന് മാറുകയാണേ. ഓക്കെ, ക്രിസ്തു എന്ന പാറയിൽ നിന്നാണ് അവർ കുടിച്ചത്. അതുകൊണ്ട് എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളും ഇങ്ങനെ തന്നെയാണ്. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിക്കുകയാണ്. ക്രിസ്തു എന്ന പാറയിൽ നിന്ന് നമ്മൾ കുടിക്കുകയാണ്. എന്നാൽ ദൈവം അവരിൽ പ്രസാദിച്ചില്ല. ഇതൊക്കെ അവർ ചെയ്തെങ്കിലും ഈ അനുഭവങ്ങളെല്ലാം കർത്താവ് അവരെ വഴി നടത്തി, അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി, അവർ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ കണ്ടു, കർത്താവിൻ്റെ അതിശയങ്ങളൊക്കെ കണ്ടു, ദൈവത്തിൽ നിന്ന് അനേകം കാര്യങ്ങൾ പ്രാപിച്ചു. എന്നാൽ അവസാനം അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? എങ്കിലും ദൈവം അവരിൽ പ്രസാദിച്ചില്ല. പ്രിയമുള്ളവരെ, നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നുണ്ട്, അതിശയങ്ങൾ കാണുന്നുണ്ട്, കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവസാനം വരുമ്പോൾ ദൈവം നമ്മൾ പ്രസാദിച്ചില്ല. അങ്ങനെ ആകാതിരിക്കട്ടെ. അതുകൊണ്ട് ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസൻ വളരെ ശക്തമായിട്ട് തിരുവനന്തപുരത്തിൽ നിന്ന് സംസാരിച്ചല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവ് ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രയർ ലൈനിന്റെ പേരിലുള്ള സ്നേഹം, നന്ദി പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു.